ഗൾഫ് രാജ്യങ്ങളുടെ ആകാശത്ത് മിസൈലുകളും ഡ്രോണുകളും തീതിപ്പുന്ന ഭീതിജനകമായ അവസ്ഥയിലേക്കാണ് പശ്ചിമേഷ്യൻ സംഘർഷം വഴിമാറുന്നത്. ഇറാൻ നടത്തുന്ന വ്യാപകമായ വ്യോമാക്രമണങ്ങൾ വെറും സൈനിക കേന്ദ്രങ്ങളിൽ ഒതുങ്ങാതെ സാധാരണക്കാരായ പ്രവാസികളുടെ ജീവിതത്തെയും രാജ്യങ്ങളുടെ സാമ്പത്തിക നട്ടെല്ലായ വൻകിട വ്യവസായങ്ങളെയും നേരിട്ട് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. യുഎഇയിലും ബഹ്റിനിലും കുവൈറ്റിലും നടന്ന ആസൂത്രിതമായ ആക്രമണങ്ങൾ ഒരു വലിയ പ്രാദേശിക പ്രതിസന്ധിയുടെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. അത് ആഗോള തലത്തിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. സമാധാനത്തിന്റെ കേന്ദ്രങ്ങളായിരുന്ന ഈ രാജ്യങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ മുഴങ്ങുമ്പോൾ അത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് പ്രവാസികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഉറക്കം കെടുത്തുന്ന വലിയൊരു ആശങ്ക കൂടിയാണ്. ആക്രമണത്തിൽ അയവില്ലാതെ പശ്ചിമേഷ്യൻ യുദ്ധം 1 മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ വ്യാപക ആക്രമണമാണ് ഇറാൻ തുടരുന്നത്. ഇന്നലെ പുലർച്ചെ മുതൽ രാത്രി വൈകുവോളം കൃത്യമായ ഇടവേളകളിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ വ്യോമാക്രമണം തുടർന്നു. ശനിയാഴ്ച ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ യുഎഇയിലെയും ബഹ്റൈനിലെയും അലുമിനിയം ഉൽപാദന കമ്പനികൾക്കാണ് നാശനഷ്ടം നേരിട്ടത്. ആ വിവരം ഇന്നലെ പുറത്തു വരികയും ചെയ്തിരുന്നു. ബഹ്റൈനിൽ അലുമിനിയം കമ്പനിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ 2 ജീവനക്കാർക്ക് പരിക്കേറ്റു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അലുമിനിയം ഉൽപാദകരാണ് ആൽബ. അബുദാബിയിലെ ഖലീഫ എക്കണോമിക് സോണിലെ അതായത് കെസാത്തിലെ ആക്രമണത്തിൽ എമിറേറ്റ്സ് ഗ്ലോബൽ അലുമിനിയം കമ്പനിക്കും നാശനഷ്ടം നേരിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം മാത്രമല്ല, യുഎഇ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളെയൊക്കെ നേരിട്ട് ബാധിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി കൂടിയായി മാറുകയാണ്. കുവൈറ്റിലെ വൈദ്യുതി ജല ശുദ്ധീകരണ പ്ലാന്റുകൾക്ക് നേരെയുണ്ടായ ഇറാനിയൻ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ തൊഴിലാളി മരിച്ചു. പ്ലാന്റിലെ സർവീസ് കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇത് നേരത്തെ കണ്ടതുപോലെ വെറുമൊരു കെട്ടിടത്തിന് നേരെയുള്ള ആക്രമണം മാത്രമല്ല, ജനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ പ്രതികാരം ചെയ്യുന്ന ഒരു നടപടി കൂടിയായി വേണം ഈ ആക്രമണത്തെ കാണാൻ. കൂടാതെ ഇതിന് പിന്നിൽ കുടിവെള്ളം, വൈദ്യുതി എന്നിവ തടസ്സപ്പെടുത്താനുള്ള ശക്തമായ നീക്കം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. വിദഗ്ധരും ആ അഭിപ്രായം തന്നെയാണ് പങ്കുവെക്കുന്നത്. ഒരു വശത്ത് യുദ്ധം മുറുകുമ്പോൾ മറുവശത്ത് യുഎഇ എത്രത്തോളം സുരക്ഷിതമാണെന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28 മുതൽ ഇതുവരെ 2300-ലധികം ഡ്രോണുകളും മിസൈലുകളുമാണ് ഇറാനിൽ നിന്ന് യുഎഇക്ക് നേരെ വന്നത്. ഇതിൽ ഭൂരിഭാഗവും യുഎഇയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആകാശത്ത് വെച്ച് തന്നെ തകർത്തിരുന്നു. മാർച്ച് 29-ന് 16 ബാലിസ്റ്റിക് മിസൈലുകളും 12 ഡ്രോണുകളും തടഞ്ഞു. കൂടാതെ ഇതുവരെ മൊത്തം 414 ബാലിസ്റ്റിക് മിസൈലുകൾ, 15 ക്രൂയിസ് മിസൈലുകൾ, 1914 ഡ്രോണുകൾ എന്നിവയാണ് യുഎഇ സൈന്യം നേരിട്ടത്. അതിനാൽ ഈ ദിവസങ്ങളിൽ നിരവധി തവണ സ്ഫോടന ശബ്ദങ്ങൾ പ്രവാസികൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇതെല്ലാം മിസൈലുകളെ ആകാശത്ത് വെച്ച് പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമാണെന്ന് അധികൃതർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ സംഘർഷത്തിൽ ഇതുവരെ യുഎഇയിൽ 2 സൈനികരും 1 മൊറോക്കൻ കരാർ തൊഴിലാളിയും കൊല്ലപ്പെട്ടു. കൂടാതെ ഇന്ത്യക്കാർ ഉൾപ്പെടെ 8 സിവിലിയന്മാരും ഈ ആക്രമണത്തിൽ മരണപ്പെട്ടിരുന്നു. ഏകദേശം 178 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളും പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നുണ്ട്. ഗൾഫിലെ സംഘർഷം യുഎഇയിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് മറ്റ് അയൽ രാജ്യങ്ങളെയും സാരമായി ബാധിച്ചിരിക്കുന്നു. അതേസമയം ഈ യുദ്ധത്തിന്റെ ഏറ്റവും ഭീകരമായ വശം സിവിലിയന്മാരും സാധാരണ തൊഴിലാളികളും ഇതിനിരയാകുന്നു എന്നത് തന്നെയാണ്. ആഗോള എണ്ണ വിപണിയെ ഇത് സാരമായി ബാധിച്ചു കഴിഞ്ഞു. ലോകത്തിലെ എണ്ണക്കപ്പലുകൾ കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ ഇറാൻ നീക്കം നടത്തുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ലോകമെമ്പാടും ഇന്ധനവില വർദ്ധിക്കുകയും വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിന് തന്നെ അത് കാരണമാവുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഈജിപ്ത്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ സമാധാന ചർച്ചയ്ക്കായി ശ്രമിക്കുന്നുണ്ട്. അതേസമയം യുഎഇ വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം രാജ്യത്തിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഈ വെല്ലുവിളികളെ യുഎഇ മറികടക്കുമെന്നും രാജ്യം കൂടുതൽ ശക്തമായി ഉദിച്ചുയരുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. യുഎഇ പ്രതിരോധ സേന ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണ്. ഈ കറുത്ത ദിനങ്ങൾ കടന്നുപോകുമെന്നും പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാനം പുലരുമെന്നുമുള്ള പ്രതീക്ഷയോടെ ജാഗ്രത കൈവിടാതെ തന്നെ നമുക്ക് കാത്തിരിക്കാം.